ക്രീമിൽ എയർ ബബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ. നോർമലി ക്രീമിൽ നമ്മൾ എയർ ബബിൾസ് വരികയാണെങ്കിൽ വിപ്പ് ചെയ്യാത്ത നോർമലായിട്ടുള്ള ലൂസായിട്ടുള്ള ക്രീം കുറച്ചൊന്ന് ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എയർ ബബിൾസ് കുറയും കേട്ടോ. ഈ ഫിനിഷ് ചെയ്തേക്കുന്ന ക്രീം പോലെ ആവില്ലെങ്കിലും എയർ ബബിൾസൊക്കെ പോയിട്ട് അത്യാവശ്യം നല്ലതുപോലെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ക്രീം കിട്ടും കേട്ടോ. ഈ ചെയ്യുന്നത് 2 kg വെയിറ്റ് വന്നിട്ടുണ്ടായിരുന്ന ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു. കസ്റ്റമർ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പാരിപ്പള്ളിയിലുള്ള സൂര്യ സൂപ്പർ മാർക്കറ്റിൻ്റെ 2nd ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന വർക്കാണ് കേട്ടോ ഇത്. സോസ് നല്ല കറക്റ്റ് പെർഫെക്ഷനിൽ വന്നുകൊണ്ടാണ് കേട്ടോ ടോപ്പിൽ ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞാനിത് ഫ്രഷ് ക്രീമിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്ക് ഞാൻ ഫ്രഷ് ക്രീം അല്ലാണ്ട് നോർമൽ വിപ്പിംഗ് ക്രീമിലും ചെയ്യാറുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടാറില്ല, നല്ല ഒലിച്ച് താഴേക്ക് പോകാറുണ്ട്. ഇത് പക്ഷേ കുഴപ്പമൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫൈനൽ ലുക്ക് ഇതായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നത് വരെ താങ്ക്